നമസ്കാരം. നമ്മുടെ ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം ദിവസങ്ങളില്ല. അപ്പോൾ നമ്മുടെ BJP-യുടെ സാഹചര്യം, നമ്മുടെ തൃശ്ശൂരത്തെ സുരേഷ് ഗോപി ഇവിടെ ജയിക്കുമോ, അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തം BJP-യുടെ ഒരു തരംഗം ഇവിടേക്ക് ഉണ്ടാവോ, അതാണ് നമുക്കറിയേണ്ടത്. എന്താണ് സാധാരണക്കാരനായി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സാധാരണക്കാരൻ എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഏത് കാരണവശാലും ഇവിടെ NDA സ്ഥാനാർത്ഥി ജയിക്കാൻ പോകില്ല. കാരണം മറ്റൊന്നല്ല, ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യം, പെട്രോളിനും ഡീസലിനും വില കൂടിയ സാഹചര്യം, ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് യാതൊരുവിധ സുരക്ഷയില്ല, ചെറുപ്പക്കാർക്ക്, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലി ലഭിക്കാനുള്ള സാഹചര്യമില്ല. ഇപ്പം നിലവിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വയ്ക്കേണ്ട ഒരു 30 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അതിലൊരാളെ പോലും നിയമിച്ചിട്ടില്ല. അത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഒരു നടനെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വരുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റുക? ആ നടനെ വെച്ചിട്ടാണ് ഇവിടെ BJP-ക്കാരും RSSകാരനും നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്, ഇവിടെ മാറി മറിഞ്ഞ് വരുന്ന ആളുകളെ കൊണ്ട് ഒന്നും നടക്കണില്ല എന്നൊക്കെയുള്ളൊരു കുപ്രചരണമാണ് നടത്തുന്നത്. പിന്നെ ഒരു മന്ത്രി സ്ഥാനം കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ NDA സ്ഥാനാർത്ഥിയെ ഇറക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ അയാൾ നല്ല മനുഷ്യനാവാം, നല്ല വ്യക്തിയാവാം. പക്ഷെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ കൈ പൊക്കുന്നത് ഈ രാജ്യത്ത് മണിപ്പൂർ പോലെയുള്ള സ്ഥലത്ത് സ്ത്രീകൾക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ, കൂട്ടക്കുരുതി, പുറത്തു വരാത്ത ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഉള്ളൊരു വ്യക്തിക്ക് പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള കൈപോക്കാനാണ് ഇവിടുന്ന് നടനെന്ന മനുഷ്യൻ പോകുന്നതെന്ന് മനസ്സിലാക്കണം. ജയിച്ചു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിക്ക് അവിടെ ഒരു വോട്ട് കൂടണം. അത് ദോഷം ഈ രാജ്യത്ത് എല്ലാവർക്കും ബാധിക്കും. അപ്പം അത്തരം സാഹചര്യത്തിൽ അങ്ങനെ ഒരാളെ ജയിപ്പിച്ചു വിടാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ചില ആളുകളെ കബളിപ്പിക്കുകയാണ്, ചെറുപ്പക്കാരൻ മുഴുവൻ കബളിപ്പിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ BJP-യുടെ ഓഫീസിൽ നിന്ന് വിളി വന്നു, NDA സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് ചെയ്തുകൂടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആൾക്ക് വ്യക്തിക്ക് 6000 രൂപ കിട്ടിയില്ലേ, അച്ഛന് 6000 രൂപ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അത്തരം സാഹചര്യം എന്ന് പറയണത് 6000 രൂപ കിട്ടിയെന്ന് പറയുമ്പോൾ കിട്ടി എന്നുള്ളതൊക്കെ ഒരു സത്യമായ കാര്യമാണ്. പക്ഷേ കുറച്ച് നാൾ മുമ്പ് കിട്ടി, പിന്നെ അത് നിർത്തി, പിന്നെ ഇലക്ഷൻ വന്നപ്പോൾ വീണ്ടും അത് കൊടുക്കണം. ഈ ഇലക്ഷൻ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു വർഷം അത് നിർത്തലാക്കും. പക്ഷെ അത് കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ വലിയൊരു സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോയിട്ടാണ് ഒരു 6000 രൂപ തരുന്നത്. ഇപ്പോൾ കർഷകൻ എന്ന നിലയ്ക്കാണ് നമ്മുടെ വീട്ടിലെ അച്ഛന് ഈ 6000 രൂപ കിട്ടിയത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെറിയൊരു വ്യാപാരിയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബൈക്കിന് തന്നെ 200 രൂപ വരെ പെട്രോൾ അടിക്കണം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില അനുസരിച്ച് 60 രൂപയ്ക്കെങ്കിലും പെട്രോൾ കിട്ടണം, അത് ടാക്സ് അടക്കം. പക്ഷെ അത് 100 രൂപ 110 രൂപ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഏകദേശം നഷ്ടം എന്നെ സംബന്ധിച്ചിടത്തോളം ദിവസം 100 രൂപയാണ്. അപ്പം അത് ഒരു മാസത്തേക്ക് 3000 ആകും, ഒരു വർഷത്തേക്ക് 36,000 ആവും. അതിൽ നിന്ന് എൻ്റെ അച്ഛന് 6000 കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ എന്താ പറയുക, വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ പിഴിയുക. ഗ്യാസിൻ്റെ സബ്സിഡി തരുന്നില്ല, അത് വർഷങ്ങളായിട്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റുന്നു. ഡീസലിന് വില കൂടിയതുമായി ബന്ധപ്പെട്ട് നിത്യോപയോഗ സാധനങ്ങൾ മുഴുവൻ വില വർദ്ധിച്ചു. 30 രൂപ ഉണ്ടായിരുന്ന മുതിര, അതായത് ആരും കഴിക്കാത്ത, ആർക്കും വേണ്ടാത്തൊരു സാധനമായിരുന്നു സത്യത്തിൽ, അത് 100 110 അതേപോലെ എല്ലാ സാധനങ്ങൾക്കും 3 ഇരട്ടി വിലയായി. പക്ഷേ 600 രൂപ 650 രൂപ കൂലി കിട്ടിയ ഒരാൾക്ക് ഇപ്പോൾ 750 ഉള്ളൂ, അല്ലെങ്കിൽ കൂടി വന്ന് 100 രൂപയെ കൂടിയിട്ടുള്ളൂ. ബസ് ചാർജ് തന്നെ ഇരട്ടിയായി. എല്ലാ മേഖലയിലും വില വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരനെ പറ്റിച്ച് മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് ചെയ്യുക? ഇവർ പറഞ്ഞ രാഷ്ട്രീയം വിട്, മണിപ്പൂർ വിട്, മറ്റു വിഷയങ്ങളൊക്കെ വിട്. ഇങ്ങൊരു നല്ല മനുഷ്യനല്ലേ? ഏതൊരു ചേച്ചിക്ക് ഇങ്ങോരു മകളുടെ കല്യാണത്തിന് മുല്ലപ്പൂവ് ഏൽപ്പിച്ചു കൊടുത്തതല്ലേ? ഏതോ ഒരു ചേച്ചി കുളിക്കാൻ നിൽക്കുമ്പോൾ സോപ്പും പെട്ടി ഒഴുകി പോയപ്പോൾ അത് മേടിച്ചു കൊടുത്തതല്ലേ? അങ്ങനെയൊക്കെ ചീര പാലക്കാടുള്ള ഒരു ചേച്ചിക്ക് കൊണ്ടുവന്ന് കൊടുത്തതല്ല. അങ്ങനെ എന്തൊക്കെ ചെറുകിട സാധനങ്ങളൊക്കെ ആർക്കൊക്കെയോ കൊടുത്തിട്ട് വലിയൊരു വികസനം നടത്തിയെന്ന് പറയാ. ആളുകൾ പറഞ്ഞ് പറ്റിക്കുക, എന്തോ വികസനം നടത്തിയെന്ന് പറയാ.
ഈ കൊറോണ സമയത്തൊക്കെ ഈ MP ആയിരുന്ന, രാജ്യസഭ MP ആയിരുന്ന ഈ നടനൊന്നും ഈ ഭാഗത്ത് ഇവിടെ കണ്ടിരുന്നില്ല നമ്മൾ. പക്ഷേ ഇവിടെ മരുന്നെത്തിച്ച മുൻ MP എല്ലാവർക്കും മരുന്നെത്തിച്ച് കൊടുത്തിട്ട് നമ്മൾ കണ്ടു. പല ആളുകളും ഇറങ്ങിയത് കണ്ടു. പക്ഷെ ആ സമയത്ത് ഈ മനുഷ്യനൊന്നും ഇവിടെ കണ്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ജയിപ്പിക്കുക? നല്ല മനുഷ്യനാവാം, നല്ല മനസ്സുള്ള ആവാം, ചിലപ്പോൾ സഹായം ചെയ്യുന്ന ആളാവാം. പക്ഷേ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ കൊള്ളയടിക്കുന്ന, ചെറുപ്പക്കാരെ പറ്റിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ആൾ കൈപൊക്കുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ നല്ല ബോധമുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള, ദീർഘവീക്ഷണമുള്ള, ഇച്ഛാശക്തിയുള്ള, എല്ലാവർക്കും കരുതലാകുമെന്ന് കരുതുന്ന വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കണമെങ്കിൽ ഇവിടെ ഇത്തരത്തിലുള്ള ആളുകൾ ജയിച്ചു പോയാൽ വലിയൊരു ആപത്താണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങോരെ പോലുള്ള ഒരാൾ ജയിച്ചു പോരാൻ അത്ര ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യില്ല. ഈ നാട്ടിലെ ജനങ്ങൾ ഉണ്ടാക്കി വെച്ച ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ സമ്പത്തുണ്ടെങ്കിൽ അത് ഊറ്റിയെടുത്ത് അംബാനിക്കും അദാനിക്കും കൊടുക്കാൻ മാത്രമേ ഇനി ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാൽ സംഭവിക്കുള്ളൂ. ഇനി പട്ടിണിയിലെ മറ്റൊരു പട്ടിണിയിലേക്ക് വീണ്ടും പോകും. കാരണം ഇപ്പോൾ തന്നെ ആളുകൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഈ പച്ചക്കറി അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ റോഡ് സൈഡിൽ ഇട്ട് വെക്കണമെന്ന് മേടിച്ച് കഴിക്കാറില്ല. പക്ഷെ ഇപ്പോൾ പൊളിഞ്ഞത് ചീഞ്ഞതൊക്കെ വെട്ടി മാറ്റി ഒരു കഷ്ണങ്ങളാക്കി ഒരു 50 രൂപയ്ക്ക് ഒരു കവറിലാക്കി കൊടുക്കുമ്പോൾ അത് മേടിക്കുന്നത് 1 ലിറ്റർ പെട്രോൾ അടിച്ച 4 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓടിച്ചെന്ന് മേടിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ തെരുവോരങ്ങളിൽ കാണുന്നത്. അത്തരം സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇനി എങ്ങനെയാ? നല്ല നടനാണ്, നല്ല മനസ്സുള്ള മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്, അങ്ങോർക്കൊരു വോട്ട് കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ട്. ആളുകൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. ഓരോ ദിവസവും ഒരു ബാങ്കിൽ നിന്ന് കടമെടുത്ത് മറ്റേ ബാങ്കിലേക്കും, കുടുംബശ്രീക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിട്ടും ഒക്കെ പല ബാങ്കുകളിൽ നിന്ന് പലിശയ്ക്ക് കടം മേടിച്ചിട്ട് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അതിനൊക്കെ ഒരു അറുതി വരുത്താൻ പുതിയ തലമുറയ്ക്ക് ജോലി കിട്ടണം, ജോലി സംവിധാനം ഉണ്ടാവണം, പഠിച്ചതിനനുസരിച്ച് ജോലി കിട്ടണം, അതിനനുസരിച്ച് നല്ല ശമ്പളം വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജീവിക്കണമെങ്കിൽ. അല്ലെങ്കിൽ വലിയൊരു അപകടം പറ്റും. ഈ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വൻ നാശത്തിലേക്ക് പോവും. ഈ രാജ്യം പിന്നോട്ടടിക്കും. ഇപ്പം തന്നെ 2014 തെരഞ്ഞെടുപ്പ് മുമ്പ് രാജ്യം ഒന്നാമതെത്താൻ കുതിക്കുന്നു എന്നൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് പ്രഗത്ഭർ പറഞ്ഞിരുന്നത്, സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ബംഗ്ലാദേശിനും പാകിസ്ഥാനും താഴെ ദരിദ്രന്മാരുടെ പട്ടികയിലേക്ക് നമ്മൾ വീണു. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വലിയ സാമ്പത്തിക വിദഗ്ധനെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ ഈ പച്ചക്കറി ഈ റോഡ് സൈഡിൽ നിന്ന് ആളുകൾ മേടിച്ച് ഒരു 10 രൂപയുടെ തോളൂരിൻ്റെ സാമ്പാർ പൊടിയിൽ ഇട്ട് 2 ദിവസം കഴിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതൊരു ദുരന്തത്തിലേക്ക് പോകുന്നതിന് കാഴ്ച തന്നെയാണ്. അതിനൊരു സാമ്പത്തിക വിദഗ്ധനെയും കൊണ്ടുവന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് കണക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഈ പെട്രോളിൻ്റെ കണക്കിൻ്റെ ഇത് പറഞ്ഞില്ല, എനിക്കതാണ്ട് വിശദമായിട്ട് മനസ്സിലായില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാൻ പറ്റുമോ ഇതിൻ്റെ കണക്ക്? സിമ്പിളാണ്. ക്രൂഡ് ഓയിലിൻ്റെ വില അന്ന് കോൺഗ്രസ് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന കാലത്ത് കുതിച്ച് വന്ന സമയത്ത്, അതായത് 140-150 ഒക്കെ വില വന്ന സാഹചര്യത്തിൽ പെട്രോളിനും ഡീസലിനും അന്ന് വില ഗംഭീരമായിട്ട് കൂട്ടായിരുന്നു. പക്ഷെ അന്ന് പിടിച്ചു നിർത്തി, 70-72 നിർത്തി. പക്ഷെ പിന്നീട് ആ ക്രൂഡ് ഓയിലിൻ്റെ വില ഇപ്പോൾ ഒക്കെ 75-80 അതിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് 50 രൂപയ്ക്കെങ്കിലും പെട്രോൾ കിട്ടണം. ഇനിയിപ്പോൾ ടാക്സ് അടക്കം ഒരു 60 ഒക്കെ ആയാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വൻ കൊള്ളയാണ് പെട്രോളിൻ്റെ കാര്യത്തിലും ഡീസലിൻ്റെ കാര്യത്തിലും ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളും ഓരോ വ്യക്തിക്കും നഷ്ടം, ദിവസം ഒരു വീട്ടിലെ ഓരോ വ്യക്തിക്കും നഷ്ടം 100 രൂപ വെച്ചാൽ ഒരാൾക്ക്. മറ്റു മേഖലയിൽ ഗ്യാസിൻ്റെ വില കൂടിയതുമായി ബന്ധപ്പെട്ട് നഷ്ടം അത് വേറെ, സബ്സിഡി തരാമെന്ന് പറഞ്ഞിട്ട് തരാത്തത് വേറെ, നിത്യോപയോഗ സാധനങ്ങൾ വില വർദ്ധിച്ച് വരുന്നതുമായി ബന്ധപ്പെട്ട് ഡീസലിന് വില കൂടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിത്യോപയോഗ സാധനങ്ങൾ വില കൂടാനുള്ള കാരണം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾക്ക് ഒരു വീട്ടിൽ അത്രയും നഷ്ടങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് കൊള്ളയടിച്ചിട്ട് ആ പൈസ വികസനത്തിൻ്റെ പേരും പറഞ്ഞ് അദാനിക്കും അംബാനിക്കും ഒക്കെ കൊടുത്ത് അതിൽ നിന്ന് കമ്മീഷൻ അടിച്ച് മാറ്റുന്ന ഒരു രീതിയാണ് BJP ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം സാഹചര്യത്തിൽ ഈ നാട്ടിലെ വികസനം കൊണ്ടുവന്നു എന്ന് പറയല്ലാതെ വലിയൊരു റോഡ് പണിതു അല്ലെങ്കിൽ വലിയൊരു ബിൽഡിങ് പണിതു എന്നുള്ളതിലല്ല. ഇതിൽ ഏറ്റവും ആദ്യം നമ്മുടെ വികസനം എന്ന് പറഞ്ഞാൽ പട്ടിണി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വികസനം. അങ്ങനെ ഉണ്ടായിരുന്നില്ല ഈ രാജ്യത്ത്. പക്ഷേ പെട്ടെന്ന് പട്ടിണിയിലേക്ക് വീഴുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് വലിയൊരു പാലം കാണിച്ചിട്ട്
മറ്റൊരു ഭാഗം കാണിക്കാതിരിക്കുക. അതായത് ഇവിടെ ഭക്ഷണം കിട്ടാതെ ഒരു കൂട്ടര് അലയുന്നുള്ളത് കാണിക്കണില്ലേ, അതൊക്കെ മതിൽ കെട്ടി മറയ്ക്കാണ്. വലിയൊരു റോഡ് കാണിച്ചിട്ട് പട്ടിണി കിടക്കുന്നവനെ കാണാതിരിക്കാൻ വേണ്ടി ഒരു മതിൽ കെട്ടി മറയ്ക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുക, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇന്ന് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു നടൻ, നല്ല മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ നല്ല നടനും നല്ല മനസ്സുള്ളവനും ജയിച്ചു പോയ കൈ പൊക്കുന്നത് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൈ പൊക്കുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് ഇനി എത്ര നാൾ ഇവരെ നമ്മൾ സഹിക്കണം, ഒരു നല്ല മനുഷ്യനല്ലേ, ആ മനുഷ്യന് വോട്ട് കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരു വലിയൊരു ആപത്തിലേക്കാണ് പോവുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടവർ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കടക്കാരായി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അതിൽ കടക്കണിയിലേക്ക് അറിയാതെ വീണുകൊണ്ടിരിക്കുന്നത്. അതായത് അത്രയധികം ഫിനാൻഷ്യൽ കമ്പനികൾ ഈ രാജ്യത്ത് അത്രയധികം ഈ പണം കടം കൊടുക്കുന്ന രീതിയിലേക്ക് പല മേഖലകളിൽ അത് പരന്ന് പടർന്നിട്ടുണ്ട്. അത് ഒരു പക്ഷേ അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് കൊടുത്ത്, അങ്ങനെ ഒപ്പിട്ടൊക്കെ ഇങ്ങനെ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടി പോണ്. പക്ഷേ ഇനി അത് നിലയ്ക്കാൻ പോവാണ്. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകളുടെ സുരക്ഷ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് ഇല്ലാതാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. കൂടുതൽ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നുണ്ട്. അത് ഇല്ലാതിരിക്കാൻ പുതിയ തലമുറയ്ക്ക് ജോലി ഉണ്ടാകണം. അപ്പം അത് അവർക്കൊരു തണലായി മാറും. അല്ലാതെ സ്ത്രീകളുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വെറുതെ വന്ന് തള്ളുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മളെ കാണാൻ കഴിയുന്നത്. കൃത്യമായി ഈ നാട്ടിലെ ചെറുപ്പക്കാരായാലും സ്ത്രീകളായാലും അത് സസൂക്ഷ്മം വീക്ഷിച്ച് വെറുതെ ഒരു വോട്ട് ഒരു നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തുന്ന അതിൽ വിശ്വസിച്ച് പോയാൽ വലിയൊരു ആപത്തിലേക്കാണ് നമ്മൾ വഴുതി വീഴുക. നല്ല മനുഷ്യനായിക്കോട്ടെ, നല്ല വ്യക്തിയായിക്കോട്ടെ, നല്ല ആളായിക്കോട്ടെ, പക്ഷെ ഒരു ഇച്ഛാശക്തിയുള്ള പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് ഉണ്ടാവണമെങ്കിൽ നല്ല മനുഷ്യൻ, നല്ല വ്യക്തി, നല്ല മനസ്സുള്ള മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്താൽ അത് വലിയൊരു അപകടത്തിലേക്ക് വിരൽ ചൂണ്ടും, സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യണം. എല്ലാവരും വോട്ട് ചെയ്യാതിരിക്കരുത്, ആരും വോട്ട് ചെയ്യാതിരിക്കരുത്. എല്ലാവരും അത് മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന വീഡിയോ. ഓക്കെ, ബൈ.